ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലെബക്ക് ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലെ തിയറംസ് ആണ്. ആദ്യമായിട്ട് ദ മോണോട്ടോൺ കൺവെർജൻസ് തിയറം. ലെറ്റ് സീക്വൻസ് fn be a increasing sequence of non-negative measurable function on E if sequence fn tends to f point-wise almost everywhere on E. Then limit n tending to infinity integral over E fn equal to integral over E f. അതായത് നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് fn എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസ് ആണ്. ഓരോന്നും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോമൺ ഡൊമൈൻ ആയിട്ടുള്ള ഇക്ക് മുകളിലാണ്. ഒപ്പം സീക്വൻസ് fn f എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോയിന്റ് വൈസ് കൺവേർജ് ചെയ്യുന്നു ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. We have to prove that limit n tending to infinity integral over E fn equal to integral over E f. നമുക്ക് പ്രൂഫ് നോക്കാം. We have sequence fn is a sequence of non-negative measurable function on E and sequence fn tends to f point-wise almost everywhere on E. ഇത് നമുക്ക് തന്നിരിക്കുന്ന അസംഷൻസ് ആണ്. ഈ അസംഷൻസ് തന്നെയാണ് നമുക്ക് ഫാറ്റസ് ലെമ്മയ്ക്കും ഉള്ളത്. അതിനാൽ തന്നെ we use our Fatus lemma, and by Fatus lemma we get integral over E f less than or equal to limit infimum integral over E fn. അതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. Since sequence fn is increasing for each n fn less than or equal to f on E. നമുക്കറിയാം ഒരു സീക്വൻസ് ഇൻക്രീസിംഗ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന സീക്വൻസ് fn ഇൻക്രീസിംഗ് ആണ്. ഒരു ഇൻക്രീസിംഗ് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻസ് കൺവെർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സുപ്രീമത്തിലേക്കായിരിക്കും കൺവെർജ് ചെയ്യുന്നത്. ഹിയർ അവർ സീക്വൻസ് fn is a monotonically increasing sequence and which is converging to the function f. Then by the idea of monotone convergence theorem for real numbers we have our f is the supremum of such fn of x. So we get for അപ്പോൾ അതുകൊണ്ട് ഏതൊരു fn of x നേക്കാളും വലുതോ ഈക്വൽ ആയിരിക്കും സുപ്രീമം ആയിട്ടുള്ള f of x, കാരണം f of x is a supremum which is act as a upper bound. So for each n we get fn is less than or equal to f on E. Then we get integral over E fn less than or equal to integral over E f. നമുക്കതിനകത്ത് നിന്ന് കിട്ടുന്ന റിസൾട്ടാണ്. കാരണം നമുക്ക് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് ഉള്ളതാണ്. അത് പ്രകാരം നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് പറയാം. വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് പറയാം. കാരണം നേരത്തെ പറഞ്ഞ ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് പറയുന്നത് ഫോർ ഈച്ച് എന്നിനെ ട്രൂ ആണ്. എങ്കിൽ അത് അതേ ഇനീക്വാലിറ്റി ലിമിറ്റ് സുപ്രീമം ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്നിനും ബാധകമായിരിക്കും. കാരണം എന്താണ്? ലിമിറ്റ് സുപ്രീമം എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് സുപ്രീമംസ് ആണ്. നമ്മൾ നേരത്തെ ലിമിറ്റ് ഇൻഫിമം എന്നുള്ള ആശയം കണ്ടു. അതെന്തായിരുന്നു? സുപ്രീമം ഓഫ് ദി ഇൻഫിമംസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് സുപ്രീമം, അതായത് ഇൻഫിമം ഓഫ് ദി സുപ്രീമംസ്, ദാറ്റ് ഈസ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവർ ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ, ബിക്കോസ് ദ പ്രീവിയസ് ഇൻഇക്വാലിറ്റി ട്രൂ ഫോർ ഈച്ച് എൻ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. ആൻഡ് വി നോ ദാറ്റ് ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ. കാരണം ലിമിറ്റ് ഇൻഫിമം എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് ദി ഇൻഫിമംസ് ആണ്. ലിമിറ്റ് സുപ്രീമം എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് ദി സുപ്രീമംസ് ആണ്. അപ്പോൾ എപ്പോഴും ലിമിറ്റ് ഇൻഫിമം ലിമിറ്റ് സുപ്രീമത്തിനേക്കാൾ താഴെയോ ഈക്വലോ ആയിരിക്കും. ഇനി ഇത് രണ്ടും ഈക്വൽ വരുമ്പോഴാണ് നമുക്ക് അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു സീക്വൻസിൻ്റെ കേസിൽ ലിമിറ്റ് സുപ്രീമവും ലിമിറ്റ് ഇൻഫിമവും ഈക്വൽ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഇൻഇക്വാലിറ്റി, ഓൾറെഡി അറിയാവുന്ന ഒരു ഇൻഇക്വാലിറ്റിയാണ് ലിമിറ്റ് ഇൻഫിമം integral over E fn is less than or equal to limit supremum integral over E fn. അപ്പോൾ നമുക്ക്
ഇതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 3 ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ 1, 2, 3 അങ്ങനെ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ആദ്യം നമ്മൾ നമ്മുടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമുക്ക് ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ. അതിനെ നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കണക്ട് ചെയ്യുന്നു, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ്. അതിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും കിട്ടുന്നത് ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ എന്നാണ്. അതിനാൽ നമുക്ക് പറയാം ഈ പറഞ്ഞിരിക്കുന്ന 3 ക്വാണ്ടിറ്റീസും ഈക്വൽ ആയിരിക്കും. സോ വി ഗെറ്റ് ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ. ഇപ്പം നമുക്ക് കിട്ടിയത് ലിമിറ്റ് ഇൻഫിമവും ലിമിറ്റ് സുപ്രീമവും ഈക്വൽ ആണ്. അതിനാൽ നമുക്ക് എന്ത് പറയാം, വിച്ച് ഈസ് ദ സീക്വൻസ് ഹാസ് ദ ലിമിറ്റ്. ഇവിടെ ഇൻ്റഗ്രൽസ് ആണ് നമുക്ക് സീക്വൻസിലെ ടേമുകളായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ എന്ന് പറയുന്ന സീക്വൻസിന് നമുക്ക് ലിമിറ്റ് ഉണ്ട്. ദാറ്റ് ലിമിറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ ഈക്വൽ ടു അവർ വാല്യൂസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അടുത്തത് നമുക്ക് കൊറോളറി നമ്പർ 12 ആണ്. കൊറോളറി നമ്പർ 12ൽ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ലെറ്റ് സീക്വൻസ് യു എൻ be a sequence of non-negative measurable function on E if f equal to sigma n equal to 1 to infinity un point-wise almost everywhere on E, then integral over E f equal to sigma n equal to 1 to infinity integral over E un. അതായത് നമ്മുടെ സീക്വൻസ് യു എൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോമൺ ഡൊമൈൻ ആയിട്ടുള്ള ഇക്ക് മുകളിലാണ്. ഒപ്പം നമ്മുടെ കയ്യിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിച്ച് ഈസ് ദ സം ഓഫ് യു എൻസ്, അതായത് എഫ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി യു എൻ എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഒപ്പം ഈ റിസൾട്ട് എഫ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി യു എൻ എന്ന് പറയുന്നത് പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ആണ്. അതായത് ഓൾമോസ്റ്റ് എവരിവെയർ ഈ പറയുന്ന റിസൾട്ട് ട്രൂ ആണ് എങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഇ യു എൻ എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂഫ് നോക്കാം. ലെറ്റ് എഫ് എൻ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 ടു എൻ യു കെ. നമുക്ക് അസംഷൻ പ്രകാരം നമുക്ക് ഒരു ഇൻഫിനിറ്റി സീരീസ് ആണ് എഫ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മളിവിടെ എഫ് എൻ എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് ആദ്യത്തെ എൻ യു കെകളുടെ സമ്മായിട്ട്. അപ്പോൾ എഫ് വൺ എന്ന് പറയുന്നത് ആക്ച്വലി യു വൺ ആയിരിക്കും, എഫ് ടു എന്ന് പറയുന്നത് യു വൺ പ്ലസ് യു ടു ആയിരിക്കും, ആൻഡ് സോ ഓൺ എഫ് എൻ ഈക്വൽ ടു അവർ യു വൺ പ്ലസ് യു ടു പ്ലസ് എക്സെട്ര അപ് ടു യു എൻ ആയിരിക്കും. ഹിയർ ഈച്ച് യു എൻ ഈസ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ. ദെർഫോർ സീക്വൻസ് എഫ് എൻ ബി എ ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ. കാരണം എന്താ, എഫ് വൺ എന്ന് പറയുന്നത് യു വൺ ആണ്, എഫ് ടു എന്ന് പറയുന്നത് യു വൺ പ്ലസ് യു ടു ആണ്, യു വണ്ണിൻ്റെ കൂടെ യു ടു കൂടി ചേർന്നിട്ടുള്ളതാണ്. യു എന്നുകളെല്ലാം നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ പ്ലസ് യു ടു ചെയ്യുമ്പോൾ എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ക്വാണ്ടിറ്റി ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ടു എന്ന് പറയുന്നത് എഫ് വണ്ണിനേക്കാൾ വലുതാകാനോ ഈക്വൽ ആകാനാണ് സാധ്യത. സോ വി ഗെറ്റ് എ കളക്ഷൻ അല്ലെങ്കിൽ സീക്വൻസ് എഫ് എൻ സച്ച് ദാറ്റ് the sequence fn is a increasing sequence of non-negative measurable functions over E. We have f equal to sigma n equal to 1 to infinity un by the assumption then f equal to limit n tending to infinity sigma k equal to 1 to n uk. നമ്മൾ അതിനെ ലിമിറ്റിൻ്റെ ടേംസിലേക്ക് എഴുതുന്നു. That is equal to limit n tending to infinity fn almost everywhere on E എന്നാണ് നമുക്ക് റിസൾട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് സിഗ്മ കെ ഈക്വൽ ടു 1 ടു എൻ യു കെനെ നമ്മൾ എഫ് എന്ന് എടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ നമുക്ക് എഫ് ഈക്വൽ ടു ഇപ്പോൾ എന്തെഴുതാൻ സാധിക്കുന്നു, എഫ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. കാരണം എഫ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി യു എൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ആണ് നമുക്ക് ഉള്ളത്. ഇനി ബൈ മോണോട്ടോൺ കൺവെർജൻസ് തിയറം limit n tends to infinity integral over E fn equal to integral over
ഇ എഫ് എന്നാണ്. നമുക്ക് തൊട്ട് മുൻപ് കണ്ട തിയറത്തിൽ നമ്മൾ പറഞ്ഞ റിസൾട്ടാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഇ സിഗ്മ കെ ഈക്വൽ ടു 1 to n യു കെ. അതായത് നമുക്ക് എന്ത് പറയാം, എഫ് എന്നിന് പകരം നമുക്ക് സിഗ്മ കെ ഈക്വൽ ടു 1 to n യു കെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അത് പ്ലേസ് ചെയ്യുന്നു. ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് കിട്ടുന്നു. which is equal to limit n tends to infinity sigma k equal to 1 to n integral over e uk sigma outside എടുക്കുന്നു. that is equal to integral over e f. So we get when we can apply our n tends to infinity, then we get sigma k equal to 1 to infinity integral over e uk equal to integral over e f. നമുക്കിതാണ് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ തൊട്ട് മുൻപ് പഠിച്ച മോണോട്ടോൺ കൺവെർജൻസ് തിയറമാണ്. Thank you.